ഏറെ നിർണായകമായ ഒരു വാർത്തയിലേക്കാണ്. ദില്ലി ചലോ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും വൈകിട്ട് ചർച്ച നടത്തും. ചണ്ഡീഗഡിൽ നടക്കുന്ന ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും. വിളകളുടെ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടായാൽ സമരം ഇന്ന് അവസാനിക്കും. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, ഏതൊക്കെ ആവശ്യങ്ങളാണ് ഇന്ന് പരിഗണിക്കുന്നത്? വിളകളുടെ താങ്ങുവില ഉൾപ്പെടെയുള്ളതിൽ ഇന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടോ? വിനീത, ദില്ലി ചലോ മാർച്ച് ഇന്നിപ്പോൾ ഒരു സമാപനം ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് എത്താനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഈ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ചില ഉറപ്പുകൾ കർഷക സംഘടനക്ക് ലഭിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് എടുത്ത FIR റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അറിയേണ്ടതുണ്ട്. അതിൽ അനുകൂല തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കും. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലും വലിയ സമരങ്ങൾ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ ഉണ്ടായില്ല, സംഘർഷങ്ങൾ ഉണ്ടായില്ല എന്നതും ഒരു ശുഭസൂചനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സമരം കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചകളിൽ ഏറെക്കുറെ ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ തീരുമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് വേഗം ഒത്തുതീർപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കർഷക സംഘടന നേതാക്കൾക്കുമുണ്ട്. ചർച്ചയിലൂടെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് കർഷക സംഘടന നേതാക്കളും ശ്രമിക്കുന്നത് എന്നും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും വൈകിട്ട് 6 മണിക്കാണ് ചണ്ഡീഗഡിൽ ചർച്ച വെച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ചർച്ചയിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ചർച്ച നടക്കുമ്പോൾ പ്രധാനമായും ഈ പറഞ്ഞ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് പരമാവധി സമ്മർദ്ദം ചെലുത്തി മേടിച്ചെടുക്കുക എന്ന് തന്നെയാണ് കർഷകർ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കർഷകരെ എത്രയും വേഗം മടക്കി അവരെ ഗ്രാമങ്ങളിലേക്ക് അയക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രതിഷേധം തുടരുന്നത് ഒട്ടും ഭീകരമാകില്ല എന്ന വിധത്തിലാണ് കേന്ദ്രത്തിനുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഈ പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് അറിയുന്നത്. അതേസമയം ഉറപ്പ് ലഭിച്ചാൽ മാത്രമായിരിക്കും കർഷക സംഘടനകൾ ഈ സമയത്ത് പിന്തുണയ്ക്കുക എന്ന് പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങാനുള്ള സാധ്യതയും ഉണ്ട് വിനീത. അത് തന്നെയാണ് പ്രധാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർഷക സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ മതിയാകൂ കേന്ദ്ര സർക്കാരിന്. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം താങ്ങുവില ഉൾപ്പെടെയുള്ളതിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നാണ് അവർ അറിയിക്കുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകി.